മുൻ മന്ത്രി കെ ടി ജലീലിന്റെ അവസ്ഥ വളരെ കഷ്ടമാണ്. കൊണ്ടായിരുന്ന ആരോപണങ്ങളെല്ലാം ചീറ്റിപ്പോവുകയാണ്. അത് ഏറ്റെടുക്കാൻ പൊടിക്ക് പോലും ഒരാളില്ല. ഒരാരോപണം കൊണ്ടെന്നാല് അത് ഇടതു മുന്നണിനെയും CPM എല്ലാം തിരിഞ്ഞു കുത്തുകയാണ്. എന്ത് ചെയ്യും ഗായ്സ്? നമുക്ക് നാമേ പണിവതുനാകം നരകവും അതുപോലെ. ഒരു 1.5 കൊല്ലം മുമ്പാണ് MG സർവകലാശാലയിൽ മാർക്ക് ദാനവുമായി ബന്ധപ്പെട്ട് മന്ത്രിക്കെതിരെ ചെറിയൊരു ആരോപണം വന്ന്. അപ്പൊ തന്നെ മന്ത്രി എന്ത് ചെയ്തു എന്ന് വെച്ചാല് പ്രതിപക്ഷ നേതാവിന്റെ മകനെ ഈ വിഷയത്തിലേക്ക് വലിച്ചിട്ട് ഓന് സിവിൽ സർവീസ് കിട്ടിയാല് എന്തോ അഴിമതി നടന്നിട്ടുണ്ടെന്ന് ജലീൽക്കൊരു ഡൗട്ട്. ആരോപണം കാച്ചി. എങ്ങനെയാണ് 608ാം റാങ്ക് എഴുത്തു പരീക്ഷയിൽ കിട്ടിയ ഒരാള് ഇന്റർവ്യൂവിൽ 1ാം റാങ്കുകാരനായത്? ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമാകുന്നത്. ഇന്ത്യയുടെ ചരിത്രത്തിലെ ആദ്യത്തെ സംഭവം എന്നൊക്കെ പറഞ്ഞ് ജലീൽ സഖാവ് സംഗതി കളറാക്കി. കുറെ സഖാക്കന്മാരെ ഏറ്റുപിടിച്ച് ജലീൽ സഖാവ് മാസിഡ, ജലീൽ സഖാവ് തേച്ചൊട്ടിച്ചു തുടങ്ങിയ കുറെ സംഗതികൾ എഴുതി ഹാഷ്ടാഗൊക്കെ ഇട്ടുവിട്ട്. അപ്പോഴാണ് കോടിയേരി സഖാവിന്റെ വരവ്. അല്ല, അങ്ങനെയുള്ള വ്യക്തിപരമായ ആരോപണം ഉന്നയിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ആരോപണമല്ലത്, ഒരു വസ്തുത ഞാൻ പറഞ്ഞു എന്ന് മാത്രം. പ്രതിപക്ഷ നേതാവിന്റെ കുടുംബാംഗങ്ങളെ ഈ പ്രശ്നവുമായി വലിച്ചെടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഓക്കെ, ഇന്ത്യ കുടുംബത്തെ വലിച്ചഴിച്ചിരുന്നു, അത് ഓർമ്മയില്ലേ നിങ്ങൾക്ക്? തേച്ചൊട്ടിച്ച്, അത് ശരി തന്നെ. പക്ഷെ കോടിയേരി സഖാവ് ജലീൽ സഖാവിനെയാണെന്ന് മാത്രം. അത് UDF ഒരു ശൈലിയാണ്. ഒന്ന് പറയുമ്പോൾ വേറൊന്ന് പറയുക. അങ്ങനെ പറഞ്ഞ് രക്ഷപ്പെടുക എന്നുള്ളതല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. UDF നിന്ന് വന്ന ആളാണല്ലോ ഞാൻ. അപ്പൊ അതിന്റെ ഒരു എന്താ പറയാ കറ എന്റെ ദേഹത്ത് ഉണ്ടാവുമല്ലോ. ഞാൻ പഴയ ലീഗുകാരനല്ലേ. അങ്ങനെ ഒട്ടിയിരിക്കുമ്പോഴാണ് അടുത്ത ആരോപണമായിട്ട് സഖാവിന്റെ വരവ്. ഇത്തവണത്തെ ആരോപണം മലപ്പുറത്തെ AR നഗർ സഹകരണ ബാങ്കിനെതിരെയായിരുന്നു. AR നഗർ സഹകരണ ബാങ്കിലെ മുഴുവൻ കസ്റ്റമർ ഐഡികളും പരിശോധിക്കപ്പെട്ടാൽ കള്ളപ്പണ ഇടപാടിൽ രാജ്യത്ത് തന്നെ ഞെട്ടിക്കുന്ന പകൽക്കൊള്ളയുടെ ചുരുളഴിയും. ഒട്ടും പേടിക്കണ്ട. ഈ സഹകരണ സ്ഥാപനത്തെ കുഞ്ഞാലിക്കുട്ടിയും സംഘവും കേരളത്തിലെ അവരുടെ സ്വിസ് ബാങ്കായാണ് മാറ്റിയിരിക്കുന്നത്. അയ്യോ, നല്ല ഗൗരവമുള്ള ആരോപണമാണല്ലോ എന്നൊക്കെ ഇങ്ങക്ക് തോന്നും. വെയിറ്റ്. ഏയ്, ജലീൽ സഖാവല്ലേ അത്? സഖാവേ, നിങ്ങളെന്താ ഇവിടെ? ED